ഭാരതീയമായ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അവയുടെ എണ്ണത്തെക്കുറിച്ച് നമുക്ക് പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും മറ്റുമെല്ലാം വിവരണങ്ങൾ ലഭിക്കും. പക്ഷേ ഏറ്റവും ആധികാരികമായ ഒരു വിവരണം സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്യാനായി ഇറങ്ങുന്ന ശ്രീരാമനോട് ഹനുമാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭാരതീയമായ അറിവുകൾ അത് എപ്രകാരമാണ് ക്രോഡീകരിച്ചിരിക്കുന്നത് എന്ന്. അവിടെ ശ്രീരാമൻ നമ്മുടെ വേദങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഇതിഹാസങ്ങളെക്കുറിച്ചുമെല്ലാം ഉപനിഷത്തുക്കളുടെ എണ്ണത്തെക്കുറിച്ച്, വേദാംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചെല്ലാം വിവരിക്കുന്നുണ്ട് ഹനുമാനോട്. അങ്ങനെ ശ്രീരാമൻ ഹനുമാന് നൽകുന്ന വിവരണങ്ങളുടെ സംക്ഷിപ്തത്തെ പറയുന്ന പേരാണ് മുക്തികോപനിഷത്ത്. ശ്രീരാമൻ മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് പോകുന്ന വേളയിൽ നൽകിയിരിക്കുന്ന ഏറ്റവും ഗഹനമായ വസ്തുതാപരമായ വിവരണങ്ങൾ അടങ്ങുന്ന ഒരു ചെറിയ ഉപനിഷത്താണ് മുക്തികോപനിഷത്ത്. അത് രചിച്ചത് ഹനുമാൻ ആണ്. ശ്രീരാമനിൽ നിന്ന് ഹനുമാൻ കേട്ട് എഴുതിയതാണ് എന്ന് പറയപ്പെടുന്നു. അതുപ്രകാരം യജുർവേദത്തിന് 100-ൽ പരം ശാഖകളുണ്ട്. അനവധി ശാഖകൾ യജുർവേദത്തിലുണ്ടെങ്കിലും ഇന്ന് പൊതുവെ അവയെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ശുക്ല യജുർവേദം, 2 കൃഷ്ണ യജുർവേദം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്പം ഒന്ന് വിവരിക്കുകയുണ്ടായി, അത് കേൾക്കുകയുണ്ടായിട്ടുണ്ടാവും നിങ്ങളിൽ ചിലരെങ്കിലും. അതിൽ ശുക്ല യജുർവേദം എന്ന് പറയുന്നത് 40 അധ്യായങ്ങളിലായിട്ട് വിഷയ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഋഗ്വേദത്തെ ജ്ഞാനകാന്ഡമാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. യജുർവേദത്തിൽ കർമ്മകാന്ഡമാണ് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. എന്താ കാരണം? 1 മുതൽക്ക് 5 വരെ അധ്യായങ്ങൾ ഒരു പ്രത്യേക യാഗത്തെക്കുറിച്ച് വിവരിക്കുന്നു. അവിടെ നിന്നും ഒരു 3 അധ്യായങ്ങൾ മറ്റൊരു യാഗത്തെക്കുറിച്ച് വിവരിക്കുന്നു. അപ്രകാരം 1 മുതൽക്ക് 40 അധ്യായങ്ങളുള്ള ഈ ശുക്ല യജുർവേദത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. വാചസനേയി മാധ്യംദീന യജുർവേദ സംഹിത. ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? വാചസനേയി മാധ്യംദീന ശുക്ല യജുർവേദീയ സംഹിത. അതിൽ 40 അധ്യായങ്ങളാണുള്ളത്. അതിൽ 1 മുതൽക്ക് 39 അധ്യായങ്ങൾ വരെ ഉള്ള മന്ത്രങ്ങൾ മുഴുവനും തന്നെ നിങ്ങൾ ചിലർ കേട്ട് കാണും. അശ്വമേധയാഗം, അതുപോലെ തന്നെ സോമയാഗം, അതിരാത്രം, ഏകാഹം എന്ന് വെച്ചാൽ 1 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം, ദശാഹം 10 ദിവസം നീണ്ടു നിൽക്കുന്ന യാഗം, വാജപേയ യാഗം, പുത്രകാമേഷ്ടി യാഗം, ദശരഥൻ നടത്തിയ യാഗത്തിൻ്റെ പേര് പുത്രകാമേഷ്ടി യാഗം. ഇങ്ങനെ അനവധി യാഗങ്ങൾക്ക് പ്രത്യേകമായി ചൊല്ലേണ്ട മന്ത്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രൂപത്തിലാണ് വാചസനേയി മാധ്യംദീന ശുക്ല യജുർവേദ സംഹിത രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 40ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്താണ്. ഒരേ ഒരു ഉപനിഷത്ത് മാത്രമാണ് വേദാന്തർഗതമായ ഉപനിഷത്തായിട്ട് വരുന്നത്. അതായത് വേദത്തിൻ്റെ ഭാഗമായ ഒരു ഉപനിഷത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ 108 ഉപനിഷത്തുക്കളുള്ളതിൽ 1ാമത്തെ ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്താണ് ഈ വേദത്തിൻ്റെ അവസാന ഭാഗത്തിൽ വരുന്നത്. വേദാന്തർഗതമായ ഒരേ ഒരു ഉപനിഷത്താണുള്ളത്. ആ ഉപനിഷത്തിൽ, ഈശാവാസ്യ ഉപനിഷത്തിൽ ഏതാണ്ട് 18 വരികളുണ്ട്. 18 വരികളും 18 വിഷയത്തെക്കുറിച്ചുള്ള സൂത്രവാക്യങ്ങൾ പോലെ ഉജ്ജ്വലങ്ങളായ സന്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നവയാണ്. അതിഗഹനമാണ്. ഭാരതീയ ആത്മീയതയെക്കുറിച്ച്, ഭാരതീയ ജീവിത വീക്ഷണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഉജ്ജ്വലമായ അതിപുരാതനമായ വേദാന്തർഗതമായ ഒരു ഉപനിഷത്ത് ഗ്രന്ഥമാണ് ഈശാവാസ്യ ഉപനിഷത്ത് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഭാരതീയർ പറയാറുണ്ട്, ഭാരതീയ ഗ്രന്ഥങ്ങൾ ഒന്നും പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഈശാവാസ്യ ഉപനിഷത്തെങ്കിലും പഠിക്കുന്നത് ഉത്തമമാണ്. അതിന് ഉജ്ജ്വലമായിട്ടുള്ള പദാനുപദ വിവർത്തന രൂപത്തിലുള്ള കാവ്യാത്മകമായ ശ്ലോകങ്ങൾ,
ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. വളരെ എളുപ്പത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും ഗുരുദേവൻ്റെ ആ വരികൾ വായിക്കുകയാണെങ്കിൽ. ആ യജുർവേദത്തിനകത്ത് നാം പ്രത്യേകം ഓർക്കാനുള്ളത്, ശുക്ല യജുർവേദത്തിനകത്ത് ധാരാളം ഋഗ്വേദ മന്ത്രങ്ങൾ ഉണ്ട്. അപ്പം ഋഗ്വേദത്തിൽ നിന്നെടുത്തിരിക്കുന്ന ഏതാണ്ട് 57% മന്ത്രങ്ങളാണ് ഈ ശുക്ല യജുർവേദത്തിലുള്ളത്. ശുക്ല യജുർവേദ മന്ത്ര ആലാപന രീതി ഋഗ്വേദ മന്ത്ര ആലാപന രീതിയിൽ നിന്ന് ഒരല്പം വ്യത്യാസമുണ്ട്. വളരെയധികം വേദങ്ങളുടെ ജ്ഞാനമില്ലാത്ത വ്യക്തികൾക്ക് ഈ വ്യത്യാസം മനസ്സിലാക്കാൻ എളുപ്പത്തിൽ സാധ്യമല്ല. എങ്കിലും ഈ യജുർവേദത്തിൻ്റെ മന്ത്രങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാം തന്നെ യാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതേസമയത്ത് ഋഗ്വേദ മന്ത്രങ്ങളുടെ ക്രമീകരണങ്ങൾ ഒന്നിൻ്റെയും അടിസ്ഥാനത്തിലല്ല. അവ ഏത് ഋഷിവര്യൻ എഴുതിയതാണ്, ഏത് ദേവതയെക്കുറിച്ച് വിവരിക്കുന്നതാണ്, അതിൽ ഏതാണ് ഛന്ദസ്, ഓരോ വരിയിലും എത്ര അക്ഷരങ്ങൾ വീതമുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഛന്ദസ് ഉള്ളത്. അപ്പോൾ ഋഗ്വേദ മന്ത്രങ്ങളുടെ സൂക്തങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഗാദിനോ വിശ്വാമിത്ര ഋഷി ദേവി ഗായത്രി ചന്ദാമിത്രോ ദേവത എന്ന് പറഞ്ഞാൽ ഗാദിന വിശ്വാമിത്രൻ എഴുതിയ 24 അക്ഷരങ്ങളുള്ള മന്ത്രങ്ങളായ ഗായത്രി ഛന്ദസ്, മിത്രോ ദേവത സൂര്യൻ എന്ന മിത്രനെ ദേവതയാക്കി എഴുതിയിരിക്കുന്ന മന്ത്രമാണ് ഇതിലുള്ളത് എന്ന് ഋഗ്വേദം വായിച്ചാൽ മനസ്സിലാകും. അപ്രകാരം ഒരു വിവരണം യജുർവേദത്തിൽ നൽകിയിട്ടില്ല. അതിന് കാരണം പറയാറുള്ളത്, വാചസ്പനേയി മാദ്യന്തിന യജുർവേദ സംഹിത രചിച്ചത് യജ്ഞവൽക്യ മഹർഷിയാണ്. വീണ്ടും മഹർഷിയുടെ പേര് പറയേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല എന്നാണ്. യജുർവേദത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇല്ലേ? അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു പ്രാവശ്യവും കൂടി അടുത്ത ബുധനാഴ്ച ഈ കൃഷ്ണ യജുർവേദത്തെക്കുറിച്ചും ശുക്ല യജുർവേദത്തെക്കുറിച്ചും വീണ്ടും വിവരിക്കുന്നുണ്ടാകും. എന്താ കാരണം? സാധാരണക്കാർക്ക് ഈ വേദമന്ത്രങ്ങളെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. ഇപ്പോൾ ഞാൻ വിവരിച്ചത് തന്നെ ഉപരിപ്ലവമായ ഒരു അറിവ് മാത്രമാണ് എന്ന് പ്രത്യേകം ഓർക്കുക.